എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, ഇന്ന് കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നെക്സസ് ആണ്. ഈ പറയുന്ന എല്ലാ പാർട്ടിയുടെയും ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാനതല നേതാക്കൾ തൊട്ട് ജില്ലാതല നേതാക്കൾ വരെ ഇവരൊറ്റക്കെട്ടാണ്. ഒരു പാർട്ടി പ്രവർത്തകനും ഒരു പാർട്ടിയിലെയും അവർക്ക് നീതി ലഭിക്കുന്നില്ല. അതൊരു വസ്തുതയാണ്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രമാണിക്കെതിരെ ആ പ്രമാണി ആ പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽപ്പെട്ട പ്രമാണിയാണെങ്കിൽ, ആ പ്രമാണിക്ക് വേണ്ടിയിട്ട് മറ്റു പാർട്ടികൾ സഹായം കൊടുക്കുന്നുണ്ടെങ്കിൽ, ആ പ്രമാണി ഒരു വേണ്ടാത്ത സംഗതി ചെയ്താൽ അതിനെതിരെ സ്വന്തം പാർട്ടിയിലെ അണികൾ തന്നെ ഈ പറയുന്ന പെറ്റീഷൻ കൊടുത്ത് മുന്നോട്ട് പോയാൽ എന്താണ് ആ കേസ് എവിടെ എത്താത്തത്? എന്താണ് ആ പാർട്ടിയിലെ പ്രവർത്തകർക്ക്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രമല്ല പറയുന്നത്, കോൺഗ്രസും ലീഗും BJPയെ കുറിച്ച് എനിക്കത് അറിയില്ല. കാരണം അവരുമായിട്ട് എനിക്കൊരു ഇന്ററാക്ഷനും ഇല്ല. പക്ഷെ ഈ പറയുന്ന കോൺഗ്രസും ലീഗും ഈ കേരള കോൺഗ്രസും ഒക്കെ ആയിട്ട് എനിക്ക് ഇന്ററാക്ഷൻ ഉണ്ട്. സാധാ പ്രവർത്തകരുമായിട്ടും അതിന്റെ മിഡിൽ ക്ലാസ്സിലും അതിന്റെ ടോപ്പ് ക്ലാസ്സിലുമുള്ള ലീഡേഴ്സായിട്ട് വന്നിട്ട് ഇതൊക്കെ നമുക്ക് അറിവുള്ളതാണ്. ആ അറിവ് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ആ നെക്സസ് ആണ് ഇനി കേരളത്തിൽ എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്. യുവാക്കൾ മുഴുവൻ അന്തം വിട്ട് നടക്കുകയാണ്. ഈ കുഴിമന്തിയും കഴിച്ച് ഈ കമ്പ്യൂട്ടറിലെ ഫോണും കേട്ട് ഈ മ്യൂസിക്കും കേട്ട് നടക്കുകയാണ് കേരളത്തിലെ യുവാക്കള്. എങ്ങോട്ടേക്കാണ് ഈ രാജ്യം പോകുന്നതിനെ കുറിച്ച് അവർക്കൊരു ധാരണയില്ല. കാലാകാലം ഈ കോഴി ബിരിയാണിയിൽ നിന്ന് കിടന്നുറങ്ങാമെന്നാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ അത് ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ ഇത് വലിയൊരു ആപത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നു. ഇവിടെ ഇന്നുള്ള ഈ മനുഷ്യരുടെ സ്നേഹം ഇല്ലായ്മ ചെയ്യാൻ യൂട്യൂബർമാർ പരിശ്രമിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്നു സാജൻ സ്കറിയ. അവനെ വരെ എന്താ പറയാ, എന്ത് വൽക്കരിക്കാന്നാ പറയാ, മഹത്വവൽക്കരിക്കുകയാണ്. പ്രതികളെ മാത്രമല്ല, ഈ നാട് കുട്ടിച്ചോറാക്കുന്ന, ഈ നാട് മതവിദ്വേഷം പടർത്തുന്ന, ഈ നാട്ടിൽ ഏറ്റവും നല്ല വിൽക്കാൻ യൂട്യൂബിൽ നല്ലത് മതവിദ്വേഷം പടർത്തുകയാണെന്ന് ഈ ഒരു യുവ ടീമിനെ പഠിപ്പിച്ച് അതിന്റെ ലീഡർഷിപ്പ് ഭരിക്കുന്ന മറുനാടനെ മഹത്വവൽക്കരിക്കുകയാണ്. കുഴപ്പമായിരിക്ക PV അൻവർ മറുനാടനെതിരെ നടത്തിയ പോരാട്ടമൊന്നും ശരിയല്ലായിരുന്നു. ആരാ കൂട്ടരെ പറയുന്നത്? ആരാ പറയുന്നത്? എവിടെ എത്തിയവര്? ഇത് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പോരാട്ടം നടത്തണ്ടല്ലോ. എന്നെ വഞ്ചിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നോട് പറയാം, അൻവറെ നീ നിന്റെ പണിയെടുത്തോ, അവരെങ്ങനെയും ജീവിച്ചോട്ടെ, ഇതൊക്കെ പാർട്ടി ഇടപെട്ടോളാ, നീ അതുമായി മുന്നോട്ട് പോകണ്ട എന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ഒരു കൊല്ലത്തെ അധ്വാനാണ്. ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്, ഒരുപാട് പണം ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. ഈ തെറിവിളി മുഴുവൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നും ആ തെറിവിളി ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാജൻ സ്കറിയെ പോലും മഹത്വവൽക്കരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടായി പോക്ക്? എങ്ങോട്ടാണ് ഈ പോക്ക്? ഇതൊന്നും മനസ്സിലാവാതെ കേരളത്തിലെ യുവാക്കള്, എല്ലാ പാർട്ടിയിലും പെട്ടവര് കിടന്നുറങ്ങുക. ആ യുവാക്കളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്.